നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എൻ.ഡി.എ മുന്നണിയിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി പോരുമുറുകുന്നു. ഇത്തവണ 40 സീറ്റുകൾ വേണമെന്ന ബി.ഡി.ജെ.എസിന്റെ കടുത്ത നിലപാട് ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ വെള്ളാപ്പള്ളി നടേശന്റെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വസ്ഥമായി അടുക്കും ചിട്ടയോടും കൂടി പോകുന്ന ബി.ജെ.പിയിൽ സീറ്റ് ചോദിച്ച് അലമ്പുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് നിലവിൽ വെള്ളാപ്പള്ളിക്കുള്ളത്. ഇങ്ങനെയൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. ബി.ജെ.പി കേരളത്തിൽ കരുത്താർജിക്കുന്നത് തടയാൻ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മകൻ തുഷാർ വെള്ളാപ്പള്ളി ബി.ജെ.പി മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ പൂർണ്ണമായും CPM-നും പിണറായി വിജയനും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മകൻ ബി.ജെ.പിക്കൊപ്പം നിൽക്കുമ്പോഴും നിയന്ത്രണം മൊത്തം അച്ഛനായ വെള്ളാപ്പള്ളിയിലാണ്. വോട്ടുകൾ ഭിന്നിപ്പിച്ചും അനാവശ്യ അവകാശവാദങ്ങൾ ഉന്നയിച്ചും ബി.ജെ.പിയുടെ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കാനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. വോട്ടുകൾ തന്റെ നിയന്ത്രണത്തിലാണെന്ന ഉറപ്പുള്ളതിനാൽ മകനെ മുൻനിർത്തി ബി.ജെ.പി പാളയത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത്. 2015 ഡിസംബർ 5-നാണ് ബി.ഡി.ജെ.എസ് രൂപീകൃതമാകുന്നത്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലാണ് ഈ പാർട്ടി അന്ന് നിലവിൽ വന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് പാർട്ടിയുടെ അധ്യക്ഷൻ. രൂപീകരണ സമയം മുതൽ തന്നെ ബി.ഡി.ജെ.എസ് ബി.ജെ.പി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ സജീവ പങ്കാളിയാണ്. കേരളത്തിലെ NDA സഖ്യത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായാണ് ബി.ഡി.ജെ.എസ് അറിയപ്പെടുന്നത്. പിന്നോക്ക വിഭാഗങ്ങളുടെയും ദളിതരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യമായി പറയുന്നത്. ബി.ഡി.ജെ.എസിന്റെ ഔദ്യോഗിക ചിഹ്നം കൂപ്പുകയാണ്. ബി.ഡി.ജെ.എസ് കേരളത്തിലെ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ NDA സ്ഥാനാർത്ഥികളായി മത്സരിക്കാറുണ്ട്. ബി.ഡി.ജെ.എസ് ചോദിക്കുന്ന 40 സീറ്റുകൾ നൽകാൻ ബി.ജെ.പി തയ്യാറല്ല. വോട്ട് വിഹിതം ഉയർത്താൻ ബി.ഡി.ജെ.എസിന് കഴിയുന്നില്ലെന്ന ആഭ്യന്തര വിലയിരുത്തൽ ബി.ജെ.പിക്കുണ്ട്. എങ്കിലും വെള്ളാപ്പള്ളിയുടെ പിന്തുണ നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ തുഷാറിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാനും ബി.ജെ.പിക്ക് കഴിയില്ല. 2016-ൽ 30 സീറ്റുകളിലായിരുന്നു പാർട്ടി മത്സരിച്ചിരുന്നത്. എന്നാൽ 40 സീറ്റ് നൽകില്ല. വെള്ളാപ്പള്ളിക്ക് മികച്ച സീറ്റ് നൽകുകയും ചെയ്യും. വട്ടിയൂർക്കാവ്, കൊടുങ്ങല്ലൂർ, തൃപ്പൂണിത്തുറ തുടങ്ങിയ A-ക്ലാസ് മണ്ഡലങ്ങൾക്കായി ബി.ഡി.ജെ.എസ് സമ്മർദ്ദം ചെലുത്തുമ്പോൾ അവിടെ തങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ബി.ജെ.പി ആഗ്രഹിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പൂർണ്ണമായും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ രാഷ്ട്രീയമായി വെട്ടിനിരത്താൻ പിണറായി വിജയൻ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാണ് വെള്ളാപ്പള്ളി നടേശന്റെ പല നീക്കങ്ങളുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതിനൊപ്പമാണ് ബി.ജെ.പിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള വെള്ളാപ്പള്ളിയുടെ ശ്രമം. വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ ബി.ജെ.പി മുന്നണിയുടെ ഭാഗമാണെങ്കിലും വോട്ടുകളുടെ നിയന്ത്രണം വെള്ളാപ്പള്ളിയുടെ കൈവശമാണ്. തന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി മകനെ ബി.ജെ.പി പാളയത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം CPM-ന് സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നതാണ് വസ്തുത. വട്ടിയൂർക്കാവ്, കൊടുങ്ങല്ലൂർ, തൃപ്പൂണിത്തുറ തുടങ്ങിയ ബി.ജെ.പിക്ക് വിജയസാധ്യതയുള്ള A-ക്ലാസ് മണ്ഡലങ്ങളിൽ ബി.ഡി.ജെ.എസ് ആവശ്യപ്പെടുന്നത് ബി.ജെ.പിയെ കുഴക്കാനാണ്. ഈ മണ്ഡലങ്ങളിലെല്ലാം ബി.ജെ.പി തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തും. ബി.ജെ.പിയുടെ വിജയം തടയാനും മുന്നണിക്കുള്ളിൽ അനാവശ്യ സമ്മർദ്ദമുണ്ടാക്കി ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന അലമ്പ് രാഷ്ട്രീയമായിട്ടാണ് ഈ സീറ്റ് ആവശ്യത്തെ കാണുന്നത്. ബി.ഡി.ജെ.എസിന്റെ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ പിന്തുണ പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന ഭയവും ബി.ജെ.പി നേതൃത്വത്തിനുണ്ട്. ബി.ജെ.പിയിൽ സ്ഥാനാർത്ഥി നിർണയം ഉടനൊന്നും നടക്കാതിരിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും നിരീക്ഷണമുണ്ട്.